ബേർഡ്സ് ലിവ് ഡാഷ് നെസ്റ്റ്. ഓപ്ഷൻസ് 2, ഓൺ, ഓഫ്, ഇൻ. നിങ്ങൾ തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഇൻ ആണ്. അതിന് കാരണം ഇതാണ്, വാസസ്ഥലത്തെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കണം. ഇവിടെ ബേർഡ്സ് ലിവ് ഡാഷ് നെസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്സിൻ്റെ വാസസ്ഥലമാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബേർഡ്സ് ലിവ് ഡാഷ് ഇൻസെക്ട്സ്. ഓപ്ഷൻസ് 2, ഓൺ, ഓഫ്, ഇൻ. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, ഓൺ എന്നുള്ളതാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉപജീവന ഉപാധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഇവിടെ ചോദ്യത്തിനകത്ത് ബേർഡ്സ് ലിവ് ഡാഷ് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് എന്നുള്ളത് ബേർഡ്സിൻ്റെ ഒരു ഉപജീവന ഉപാധിയാണ്, അല്ലേ? ഭക്ഷണമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ് ആയിരുന്നു. നെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാസസ്ഥലമായതുകൊണ്ട് ഇൻ ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഇൻസെക്ട്സ് എന്നുള്ളത് ബേർഡ്സിൻ്റെ ഉപജീവന ഉപാധി ആയതുകൊണ്ട് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ബേർഡ്സ് ലിവ് ഓൺ ഇൻസെക്ട്സ് എന്നുള്ളതാണ്. ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ഓപ്ഷൻസ് ഫ്രം, ഓഫ്, വിത്ത്, ബൈ. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഫ്രം ആണ് ഇതിൻ്റെ ഉത്തരം. അതിന് കാരണം ഇതാണ്, ഒരു പദാർത്ഥത്തിൻ്റെ നിർമ്മാണത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നുവെങ്കിൽ മെയ്ഡ് ഫ്രം ഉപയോഗിക്കണം. ഇവിടെ നോക്കുക, മിൽക്കിൽ നിന്നും ബട്ടർ ഉണ്ടാക്കി, അല്ലേ? അപ്പോൾ മിൽക്ക് എന്നുള്ളതിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അങ്ങനെ അടിസ്ഥാന സ്വഭാവം മാറുകയാണെങ്കിൽ മിൽക്കും ബട്ടറും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അടിസ്ഥാന സ്വഭാവം മാറുകയാണെങ്കിൽ മെയ്ഡ് ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. ഓപ്ഷൻസ് ഓഫ്, ഫ്രം, ഓഫ്, ഫോർ. ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഓഫ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇതിന് കാരണം ഇതാണ്, ഒരു പദാർത്ഥത്തിൻ്റെ നിർമ്മാണത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ മെയ്ഡ് ഓഫ് ഉപയോഗിക്കാം. ഇവിടെ നോക്കുക, വുഡിൽ നിന്നും ചെയർ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ചെയറിനെ നമ്മൾ എന്ത് പറയും? വുഡൻ ചെയർ എന്ന് പറയും, അല്ലേ? അപ്പോൾ ചെയർ എന്ത് തന്നെയാണ്? വുഡ് തന്നെയായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പാലിൽ നിന്നും ബട്ടർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നതുപോലെ ഇവിടെ വുഡ് അല്ലാതായി മാറിയിട്ടില്ല. വുഡ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്, വുഡിൻ്റെ വേറൊരു ഷേപ്പാണെന്ന് മാത്രം. സോ ഇവിടെ ഉപയോഗിക്കേണ്ടത് മെയ്ഡ് ഓഫ് എന്നുള്ളതാണ്. കാരണം അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ല. വുഡ് യു മൈൻഡ് ഡാഷ്. ഓപ്ഷൻസ് കംസ് വിത്ത് മീ, കെയിം വിത്ത് മീ, കമ്മിങ് വിത്ത് മീ, കം വിത്ത് മീ. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, കമ്മിങ് വിത്ത് മീ ആണ്. ഇതിന് കാരണം ഇതാണ്, വുഡ് യു മൈൻഡിനു ശേഷം വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കണം. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ എപ്പോഴും വെർബിൻ്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വുഡ് യു മൈൻഡ് ആണ്. അപ്പോൾ ഓപ്ഷനകത്ത് കംസ് വിത്ത് മീ, കെയിം വിത്ത് മീ, കം വിത്ത് മീ ഒന്നും ING ഫോം അല്ല. അപ്പോൾ കമ്മിങ് വിത്ത് മീ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് ഇതിന് വരുന്നത്. Would you dash an orange? Options like, liked, liking, likes. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നോക്കാം. ഓപ്ഷൻ എ, ലൈക്ക് ആണ്. ഇതിനുള്ള കാരണം വുഡ് യു എന്നുള്ള സെൻറ്റൻസിന് ശേഷം വുഡ് യു കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം എന്തുപയോഗിക്കണം? വെർബിൻ്റെ V1 ഫോം ഉപയോഗിക്കണം. കുറച്ചു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? വുഡ് യു മൈൻഡിന് ശേഷമാണെങ്കിൽ വെർബിൻ്റെ ING ഫോം ഉപയോഗിക്കണം എന്ന് പഠിച്ചു. ഇപ്പോൾ വുഡ് യു ആണെങ്കിൽ വെർബിൻ്റെ V1 ഫോം ഉപയോഗിക്കണം. ഇവിടെ ചോദ്യം നോക്കുമ്പോൾ എന്താ? വുഡ് യു ഡാഷ് ആൻ ഓറഞ്ച്. വുഡ് യു കഴിഞ്ഞ് മൈൻഡ് ഉണ്ടോ? ഇല്ല, വുഡ് യു മാത്രമേ ഉള്ളൂ. അപ്പോൾ വുഡ് യു കഴിഞ്ഞ് എന്ത് ഉപയോഗിക്കണം? വെർബിൻ്റെ V1 ഫോം ഉപയോഗിക്കണം. അപ്പോൾ V1 ഫോം ആയിട്ടുള്ള ലൈക്ക് ആണ് ശരിയായിട്ട് വരിക. അപ്പോൾ വുഡ് യു ലൈക്ക് ആൻ ഓറഞ്ച് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. സാം ഈസ് സീനിയർ ഡാഷ് സഞ്ജയ്. ഓപ്ഷൻസ് ദാൻ, ടു, മോർ ദാൻ, ഫോർ.
ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി 2 ആണ്. ഇത് പലർക്കും തെറ്റിപ്പോവാറുണ്ട്. എപ്പോഴും സാം ഈസ് സീനിയർ ടു സഞ്ജയ് എന്നുള്ളതാണ് പറയേണ്ടത്. ഇതിന് കാരണം ഇതാണ്: സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ. ഇത്തരം അഡ്ജക്റ്റീവുകൾക്കൊപ്പം ടു ഉപയോഗിക്കണം. ടു എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഏതൊക്കെ വേർഡ്സ് ആണ്? സീനിയർ, ജൂനിയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ. ഇതിനൊക്കെ പ്രത്യേകത ലാസ്റ്റ് ഒരു OR എന്നുള്ളുണ്ട് അല്ലേ? OR ആണ് അവസാനിക്കുന്നത്. ഇത്തരം അഡ്ജക്റ്റീവുകൾക്കൊപ്പം എപ്പോഴും പറഞ്ഞു പഠിക്കുക: സീനിയർ ടു, ജൂനിയർ ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, പ്രയർ ടു, ആന്റീരിയർ ടു, പോസ്റ്റീരിയർ ടു എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഉത്തരം എന്താണ്? സാം ഈസ് സീനിയർ ടു സഞ്ജയ്. He died dash starvation. Options: of, by, from, to. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഫ്രം ആണ്. ഹി ഡൈഡ് ഫ്രം സ്റ്റാർവേഷൻ എന്നാണ് പറയേണ്ടത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രോഗകാരണം അല്ലാതെയുള്ള മരണത്തെ സൂചിപ്പിക്കാൻ ഡൈഡ് ഫ്രം ഉപയോഗിക്കുന്നു. എന്താണ്? രോഗകാരണം അല്ലാതെയുള്ള മരണത്തെ സൂചിപ്പിക്കാൻ ഡൈഡ് ഫ്രം ഉപയോഗിക്കുന്നു. ഇവിടെ സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പട്ടിണിയാണ് അല്ലേ? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് എന്തല്ല? രോഗമല്ല. അപ്പോൾ ഹി ഡൈഡ് ഫ്രം സ്റ്റാർവേഷൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ? മരിച്ചത് ഒരു രോഗം കൊണ്ട് അല്ല. He died dash cancer. Options: by, with, of, from. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഓഫ് ആണ്. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ എന്ന് പറയണം. കാരണം രോഗകാരണം മൂലമുള്ള മരണത്തെ സൂചിപ്പിക്കാൻ ഡൈഡ് ഓഫ് ഉപയോഗിക്കുന്നു. എന്താണ്? രോഗകാരണം മൂലമുള്ള മരണത്തെ സൂചിപ്പിക്കാൻ ഡൈഡ് ഓഫ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഹി ഡൈഡ് ഓഫ് ക്യാൻസർ. കാരണം ക്യാൻസർ എന്താണ്? ഒരു രോഗമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു വയ്ക്കുക. രോഗകാരണമല്ലാത്ത ഒരു മരണമാണെങ്കിൽ ഡൈഡ് ഫ്രം എന്നുപയോഗിക്കണം. രോഗം മൂലം മരിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഡൈഡ് ഓഫ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഡൈഡ് ഓഫ്. It is no use dash to him. Options: talk, talks, talking, talked. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ടോക്കിംഗ് ആണ്. ഇതിന് കാരണം ഇറ്റ് ഈസ് നോ യൂസ്, there is no use, it was no use, it is no good, it was no good എന്നിവയ്ക്ക് ശേഷം വെർബ് പ്ലസ് ing ഉപയോഗിക്കണം. ഏതൊക്കെ സെന്റൻസ് ആണ്? ഇറ്റ് ഈസ് നോ യൂസ്, there is no use, it was no use, it is no good, it was no good. ഇത്തരം സെന്റൻസുകൾക്ക് ശേഷം എന്തുപയോഗിക്കണം? വെർബിന്റെ ing ഫോം ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോ യൂസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ വെർബിന്റെ ing ഫോം. അപ്പോൾ അതിനകത്ത് വെർബിന്റെ ing ഫോം ഏതാ വരുന്നത്? ടോക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെന്റൻസുകൾ കാണാപ്പാടം പറഞ്ഞു പഠിക്കുക. വേണമെങ്കിൽ എഴുതി വെച്ചൊക്കെ പഠിക്കുക. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് there is no use, it was no use, it is no good, it was no good. ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. പ്ലസ് വെർബിന്റെ ing ഫോം മറക്കരുത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്